ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇതാണ് HP ലാപ്ടോപ്പ് അൾട്രാനോട്ടാണ്. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കാണാം, ഇഞ്ച് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ട് കാണാം. ലാസ്റ്റായിട്ട് സ്ക്രീന് ക്ലോസ് ചെയ്യാനും തുറക്കാനും പറ്റാത്ത കണ്ടീഷനാണ്. ഇത് നമുക്ക് റിപ്പയർ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. ഇതിൻ്റെ സ്ക്രീന് ഹൈ ഡെഫിനിഷനാണ്. വളരെ സ്ലിമ്മായിട്ടുള്ള സ്ക്രീനാണ്. കുറച്ച് ഇതിൻ്റെ കാര്യങ്ങൾ നന്നായി അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് അഴിക്കുമ്പോൾ, അതിൻ്റെ ഫ്രെയിം അഴിക്കുമ്പോൾ പൊട്ടിപ്പോൾ. അതിൻ്റെ സ്ക്രീനിൻ്റെ ഫ്രണ്ടിലുള്ള പാനൽ എന്ന് പറഞ്ഞാൽ സ്ക്രീനായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നത്, സ്ക്രീനിൻ്റെ ഗ്ലാസ് വരെ ഈ പറഞ്ഞു പോരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം അത് അഴിക്കണമെങ്കിൽ. നമുക്ക് ആദ്യം ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്യണം. അപ്പോൾ സ്ക്രൂ ഒക്കെ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് ബാറ്ററി കണക്ഷൻ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഹിഞ്ചിൻ്റെ വർക്ക് ചെയ്യാം. ഹിഞ്ചിൻ്റെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ചെയ്ത വർക്ക് ഒരു ലിനോവോ ലാപ്ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഒരു HP ലാപ്ടോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, പവലിയൻ. അതിൻ്റെ മിക്സ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചേക്കണത്. അപ്പോൾ ഇതിൽ ഞാൻ മിക്സ് ചെയ്യുന്നതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് പൊട്ടുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എന്താണ് ചെയ്തതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, അത് കാണാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നേരെ ഇതിൻ്റെ ഫ്രെയിമിൽ ചെന്നിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ ഇഞ്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പേസ്റ്റ് അതിൻ്റെ അകത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു 5 to 6 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ ഡ്യൂട്ടി ടൈമിനനുസരിച്ച് നമ്മൾ ലാസ്റ്റ് ടൈമിൽ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് പിറ്റേ ദിവസം വന്നെടുക്കുമ്പോഴായിരിക്കും അതിൻ്റെ നൈറ്റിൽ കംപ്ലീറ്റ് ടൈം നമുക്ക് കിട്ടും. ഒരു മിനിമം ഒരു 8 hour എങ്കിലും 8 hour അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കോട്ടായിക്കോളും. അതായിരിക്കും എൻ്റെ നല്ലത്. ഇപ്പം ഇതുമാതിരി ഫ്രെയിം നമ്മൾ എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഈ ഫ്രെയിം ഡേഞ്ചർ ഈ സാധനത്തിന് ഭയങ്കര വിലയാണ്. സ്ക്രീന് നിസ്സാര വിലയല്ല. അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെടുക്കണം. വീഡിയോ ഞാൻ സ്പീഡാക്കിയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുന്നു തോന്നും. വളരെ ശ്രദ്ധിച്ചെടുക്കേണ്ടതാണ്. സാധാരണ GD അല്ല, ഹൈ ഡെഫിനിഷനാണ്. അപ്പോൾ അതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ഓൾറെഡി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഉപയോഗിക്കാണ്ട് അങ്ങോട്ട് വെച്ചേക്കാനും തോന്നുന്നു. അതിൻ്റെതായ ഡയറക്റ്റിയും സംഭവങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരുപാട് പാട് വെച്ചിട്ട് ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹിഞ്ചിനുള്ള പേസ്റ്റ് ശരിയാക്കണതിന് മുമ്പ് ഇത് പൊട്ടിയതിൻ്റെ ഭാഗത്ത് ശരിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അതും ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അതിന് പ്ലാസ്റ്റിക് പൊട്ടിക്കിടക്കാണ്. അതിൻ്റെ ലെവലിൽ വെച്ചിട്ട് വേണം നമുക്ക് ഈ പേസ്റ്റ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഫില്ല് ചെയ്താൽ മാത്രം പോരാ. ഫില്ല് ചെയ്ത് വെച്ചതിന് ശേഷം തന്നെ അത് കോട്ടാവണേ മുമ്പ് തന്നെ ഫ്രെയിം ഒന്ന് ചെറുതായിട്ട് എൻ്റെ മുകളിൽ വെച്ചിങ് കയറ്റി അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രെയിമിൻ്റെ ലെവലിൽ അതിൻ്റെ അകത്ത് ഇരിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പേസ്റ്റ് കോട്ടായി കഴിഞ്ഞാൽ പിന്നെ ഫ്രെയിം അത് കറക്റ്റായിട്ട് ഇരിക്കൂല. ക്ലിപ്പുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ ക്ലിപ്പും കാര്യങ്ങളെല്ലാം ഒന്ന് ലെവലാണ്. അതിൻ്റെ മേലെ തന്നെ പെട്ടെന്ന് തന്നെ ഫ്രെയിം വെച്ച് നമ്മൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഒരു ഇത്തിരി വെച്ചതിന് ശേഷം ഒന്ന് പതുക്കെ പൊക്കെടുക്കുക. എന്നിട്ട് അപ്പോൾ ഇതിന് ഏതാണ്ട് കോട്ടായി കാണും. നോർമലായിട്ട് നമുക്ക് അങ്ങോട്ട് ഷെയ്ക്ക് ചെയ്യാനുള്ളതല്ല, എന്നാൽ നോർമലായിട്ട്. ഇപ്പം ഇതുപോലൊക്കെ സംഭവങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പേസ്റ്റ് ഫില്ല് ചെയ്യുക. ഇങ്ങനെ സ്പീഡിൽ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഈസി ആണെന്നും. ഒരു ഈസി അല്ല കേട്ടോ. ഒരു 2 മണിക്കൂറത്തെ അധ്വാനമുണ്ട് ഇതുമ്മേ. അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരണം. നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഇപ്പം തോന്നും.
നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ച് നമ്മൾ ആ വയർ ഇതിൻ്റെ അകത്ത് മറ്റേ ഇതിൻ്റെ ക്യാമറയുടെ കേബിൾ പോയിട്ടുണ്ട്, അതുപോലെ സ്ക്രീനിൻ്റെ കേബിൾ പോയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ടച്ച് ഇല്ല. നമ്മൾ ഇതുപോലെ അതൊന്ന് ഏകദേശം ഒന്ന് ലെവലായി കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും സൈഡിൽ വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ബാലൻസ് ആയിട്ട് നിന്നോളും. അതിനുശേഷം നമുക്ക് പേസ്റ്റ് ഫില്ല് ചെയ്യാവുന്നതാണ്. കേബിൾ ഞാൻ നേരത്തെ പറഞ്ഞു, കേബിള് വളരെ ശ്രദ്ധിക്കണം. ഈ പേസ്റ്റ് ഫില്ല് ചെയ്യുമ്പോൾ കേബിള് അതുമ്പോൾ ടച്ച് ചെയ്യാതെ, ഇൻ കേസ് എന്തെങ്കിലും ട്രബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കേബിൾ അതുമ്പോൾ കുറച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ എടുക്കുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ കേബിളൊക്കെ റിപ്പയർ ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ മാർക്കറ്റിൽ സംഭവം അവൈലബിൾ അല്ല, ഓൺലൈനിൽ കിട്ടും, അത് ഒരുപാട് ഡിലേ വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽ. ഇനിയിപ്പോൾ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ മേലെ കൂടെ നമ്മളെ ഫ്രെയിം വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ക്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. എന്നിട്ടത് ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് നമ്മൾ ആ ഫ്രെയിം ഒന്ന് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അത് നമുക്ക് ഇങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടും. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടനും കൂടെ പ്രസ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സഹകരണമൊക്കെ ആവശ്യമാണ്. അപ്പോൾ പതുക്കെ ഇതിങ്ങനെ ഫില്ല് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5 to 6 hours ഇത് കീപ്പ് ചെയ്യുക, അനങ്ങാതെ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് ഒരു നിങ്ങളിപ്പോൾ നാട്ടിലൊക്കെ ഡ്യൂട്ടി സമയം കഴിയുന്ന ഏകദേശം ഒരു 8 മണിക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ എപ്പോഴാണോ കഴിയുന്നത് ആ സമയത്ത്. ഇപ്പോൾ ഗൾഫിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രി 11 മണിക്ക് കഴിയുന്നവരുണ്ട്, 1 മണിക്ക് കഴിയുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഇവിടെ കഴിയുന്ന ഒരു 11 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പ് ആയിട്ടൊരു 10 മണിക്ക് ആകുമ്പോഴത്തേനും ഞാനിത് റെഡി ആക്കി ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വരുമ്പോൾ ഇതുപോലെ പിറ്റേ ദിവസം എടുത്താണ് സംഭവം. ബാക്ക് വശം ഞാൻ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പിറ്റേ ദിവസം വന്നിട്ട് എടുത്തപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല, ഷേക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫില്ല് ചെയ്തതിൻ്റെ കുറച്ച് ഇതിൻ്റെ ഉണ്ടാകും, അത് നമ്മൾ ക്ലീൻ ചെയ്ത് കളയാം. ഇപ്പം ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഇപ്പം എങ്ങനെയായിരുന്നു വന്നിരുന്നത്, ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അത്യാവശ്യം നീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തുറക്കാം, അടക്കാം കൃത്യമായിട്ട്. ഞാൻ ഇന്നലെ രാത്രി ഇത് ഫില്ല് ചെയ്ത് വെച്ച് പോയതാണ്, പിറ്റേ ദിവസം വന്നിട്ടാണ് ഇത്. അപ്പോൾ ഏകദേശം ഒരു 8 hours കിട്ടിക്കാണും. അപ്പോൾ ആ ഒരു സമയത്ത് കോട്ടായിട്ട് നന്നായിട്ട് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അതപ്പോൾ ഇതാണ് എൻ്റെ ഈ വർക്ക്, ഇതാണ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇത് ക്ലോസ് ചെയ്തതോടുകൂടി ഇത് അവസാനിപ്പിക്കും. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ.